ഹലോ TCR55 പാറൂസിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഖമല്ല എല്ലാവർക്കും? ഞാൻ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്. വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വിചാരിക്കേണ്ട ഇവളെന്താ ഇങ്ങനെ ഒരു സംഭവത്തിൻ്റെ മുമ്പിൽ വന്നിരിക്കണമെന്ന് അല്ലേ. ഞാൻ ചെറുതായിട്ടൊരു ബിസിനസ് തുടങ്ങി ഗേസ്. കാരണം ബിസിനസ് എന്ന് വെച്ചാൽ നമ്മൾ വെളിച്ചെണ്ണ യൂണിറ്റാണ് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ചെറിയ രീതിയിൽ ഇപ്പോൾ സൗണ്ടൊക്കെ പറയും, ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാവും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല റോഡ് സൈഡാണ്. അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഉണക്കാൻ വെച്ചിരിക്കുന്നതാണ്. നമ്മൾ തേങ്ങ 2 കഷ്ണമാക്കി വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചിട്ട് നമ്മളിത് ഇങ്ങനെ ഇതിലിട്ട് ഉണക്കും. 30 മണിക്കൂറാണ് നമ്മളുടെ തേങ്ങ ഉണങ്ങാനുള്ള ടൈം. അപ്പോൾ അതിൽ 15 മണിക്കൂർ നമ്മൾ തേങ്ങ വെട്ടിയിട്ട് ഇങ്ങനെ വെക്കണം. ഓക്കെ, 15 മണിക്കൂർ കഴിയുമ്പോൾ ഇതെടുത്തിട്ട് ഇത് ഇങ്ങനെ കളയല്ല സോറി പറഞ്ഞ് തെറ്റിപ്പോയി. 15 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ തുറന്നിട്ട് ഇങ്ങനെ കുത്തിയെടുക്കണം. ഓക്കെ, ഇങ്ങനെ കുത്തിയെടുത്ത് അത് പിന്നെയും വെക്കണം. പിന്നെയും 15 മണിക്കൂർ കഴിഞ്ഞ് വെക്കണം. ഈ 15 മണിക്കൂർ കഴിഞ്ഞ് വെക്കുമ്പോൾ നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ നമ്മളതെടുത്തിട്ട് നമ്മുടെ അപ്പുറത്തെ റൂമിൽ ഡ്രയറിൽ വെച്ചിട്ടുണ്ട്. പൊടിക്കാനുള്ള ഒരു മെഷീനുണ്ട്. അതിലിട്ട് നമുക്ക് പൊടിയും. നന്നായിട്ട് പൊടിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഒരു മെഷീനുണ്ട്. അതിൽ പോയിട്ട് നമ്മൾ എന്താ പറയുക, എണ്ണ ആട്ടും. ഈ എണ്ണ ആട്ടുമ്പോൾ നല്ല ക്ലീനായിട്ട് വരും. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ രീതിയിൽ കടയിൽ നിന്ന് പിണ്ണാക്ക് വാങ്ങിക്കുമല്ലോ, അതിന് തേങ്ങ പിണ്ണാക്ക് വാങ്ങിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ആ തേങ്ങ പിണ്ണാക്ക് ഭയങ്കര കട്ടിയായിരിക്കും അല്ലേ. ഞാനൊക്കെ നമ്മുടെ ആടിന് എനിക്കൊരു ആടുണ്ട്. ആടിന് കൊടുക്കാൻ വേണ്ടി ഞാൻ തേങ്ങ പിണ്ണാക്ക് പോകുമ്പോൾ ഭയങ്കര കട്ടിയാവും. ഈ ചിരട്ടയുടെ രൂപത്തിലാണ് തേങ്ങ പിണ്ണാക്ക് വരുന്നത്. പക്ഷേ നമ്മളുടെ തേങ്ങ പിണ്ണാക്കെന്ന് പറഞ്ഞാൽ നല്ല നൈസായിട്ടാണ്. എനിക്ക് പേപ്പർ പോലെ ഇരിക്കും. അതെന്ന് വെച്ചാൽ ഈ തേങ്ങയിൽ നിന്ന് എല്ലാ വെളിച്ചെണ്ണയും കറക്റ്റ് നല്ല എന്താ പറയുക, ഞെക്കിപ്പൊഴിഞ്ഞ് വരുമെന്ന് അറിയില്ല, അതേപോലെ വെളിച്ചെണ്ണ മുഴുവനായിട്ടും നമ്മുടെ ഈ മെഷീനിൽ വരും. എന്നിട്ട് അത് നമ്മളൊരു ദിവസമെങ്കിലും അത് ഊറ്റാൻ വെക്കണം കേട്ടോ. അത് വെച്ച് കഴിഞ്ഞിട്ട് എന്നിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. നമ്മൾ 15-ാം തീയതിയാണ് തുടങ്ങിയത്. 15-ാം തീയതി നമ്മൾ കട തുടങ്ങിയിട്ടുണ്ടെങ്കിലും വെളിച്ചെണ്ണ ഉണ്ടാക്കാനൊക്കെ തുടങ്ങിയത് എന്നുവെച്ചാൽ മെഷീൻ അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള അവർ കമ്പനിയിൽ നിന്ന് വരും കേട്ടോ. അപ്പോൾ ബെക്ക്മാർക്ക് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ നിന്നാണ് നമുക്ക് മെഷീൻ കിട്ടുക. യൂട്യൂബിൽ നിന്നാണ് ഞാനിത് കണ്ടുപിടിച്ചത്. അവരെ കോണ്ടാക്ട് ചെയ്ത് അവർ എല്ലാം റെഡിയാക്കി തന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കെമിക്കലും ചേർക്കുന്നില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഈ മെഷീനിൽ ഇങ്ങനെ ഇട്ട് ഉണക്കുകയാണ്. അപ്പോൾ പുറത്ത് കൊണ്ടിട്ട് ഉണക്കി കഴിഞ്ഞാൽ അതിൽ പൊടികൾ വരും, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഫുള്ള് ക്ലോസ് ചെയ്തിട്ടാണ് നമുക്ക് ഉണക്കണം. കറണ്ടിൻ്റെ ഒരു പ്രശ്നം മാത്രമേ. കറണ്ട് ബില്ല് അധികം യൂണിറ്റ് ഒന്നും ആവില്ല കേട്ടോ കറണ്ടിൻ്റെ. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് വെളിച്ചെണ്ണ ആട്ടുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് മാത്രം ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇത് ഡ്രയറാണ്. 400 തേങ്ങ ഉണങ്ങാനുള്ള ഡ്രയറാണ്. ഇതിൽ നമ്മൾ വെച്ചിരിക്കുന്നത് തേങ്ങ 2 കഷ്ണമായിട്ട് വെട്ടിയിട്ട് ഉണക്കി വെച്ചാൽ 15 മണിക്കൂർ ഉണങ്ങി. 15 മണിക്കൂർ ഉണങ്ങി കഴിഞ്ഞിട്ട് ഞാനിത് കുത്തിവെക്കുകയാണ്. ഇത് ഇന്നലെ നമ്മൾ വെച്ചതാണ്. ഈ 15 മണിക്കൂർ കഴിഞ്ഞിട്ട് വെക്കുന്ന സംഭവം ഉണ്ടല്ലോ, ഒരു പ്രാവശ്യം കൂടി വെക്കണം. അതാണിത്. ഇതെല്ലാം നമ്മൾ എടുക്കും കേട്ടോ. എടുത്തിട്ട് നമ്മൾ അവിടെ അപ്പുറത്തെ റൂമിൽ കൊണ്ടിട്ട് പൊടിച്ച് എണ്ണ ഉണ്ടാക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു കെമിക്കലും ചേർക്കുന്നില്ല. നല്ല സൂപ്പർ വെളിച്ചെണ്ണ. ഇപ്പോൾ നമ്മുടെ കടയിൽ വന്ന ആൾക്കാരൊക്കെ വെളിച്ചെണ്ണ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ കറികളുടെ രുചി ഇപ്പോഴാണ് നമുക്ക് കിട്ടിയേ എന്നൊരു ഇതാണ് നമുക്ക് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ. അത് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് പൈസ തരും. പൈസ നമ്മൾ ജോലിയുടെ കൂലി കിട്ടും. പക്ഷേ അതിനേക്കാൾ ഉപരി നമുക്ക് കിട്ടുന്ന സന്തോഷം എന്താ പറയുക, നമ്മളുടെ പ്രോഡക്റ്റ് അവർ വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് അതിന് നല്ലൊരു അഭിപ്രായം വരുമല്ലോ. അഭിപ്രായം വരുമ്പോൾ അതിലും വലിയ അംഗീകാരം നമുക്കൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യത്തെ വീഡിയോയിൽ ഇത് ഉണക്കി പൊടിക്കുന്നതൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ.
അപ്പോൾ താങ്ക് യു സോ മച്ച്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബെല്ലടിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിലിടുന്ന വീഡിയോസൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവരും പ്രാർത്ഥിക്കാം. നമുക്ക് കാരണം കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ബിസിനസ് തുടങ്ങിയത്. കാരണം നമ്മൾ എന്തൊക്കെ ചെയ്താലും അതിൽ എപ്പോഴും നമുക്ക് നെഗറ്റീവായിട്ട് വരുന്നുള്ളൂ. കാരണം വിജയം ഇന്നുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഇത് നമ്മൾ എന്താ പറയുക, എന്ത് തന്നെ വന്നാലും മുന്നോട്ട് പോകും എന്നുള്ളൊരു ഇതിലാണ് ഞാനിത് തുടങ്ങിയിരിക്കുന്നത്. കുറേ പേര് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കുറച്ച് പേരൊക്കെ ഉണ്ടാകും നമ്മുടെ കൂടെ നിൽക്കാൻ. അപ്പോൾ അവരൊക്കെ നന്ദി പറയാണ്. അപ്പം ഈ പെരുമ്പാവൂർ, ആലുവ, എറണാകുളം ഒക്കെ ഉള്ള ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് എത്തിക്കുന്നതായിരിക്കും കേട്ടോ. കാരണം പുറത്തേക്കൊക്കെ കൊണ്ടുപോകുന്ന വെച്ചാൽ അത് ഈ എണ്ണയല്ലേ, എണ്ണ നമ്മൾ കൊറിയറൊക്കെ കൊടുത്ത് ചിലപ്പോൾ അവർ കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, തരില്ല. പിന്നെ ഇന്നാളൊരു മൂകാംബികയിലേക്ക് വരും നമ്മൾ ഒരു 5 ലിറ്റർ കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഇവിടെ വന്നിട്ട് അവരെന്തോ ഒരു ആവശ്യത്തിന് വന്നപ്പോൾ നാരങ്ങ വെള്ളം കുടിക്കാൻ കടയിൽ കയറിയതാണ്. അപ്പോൾ അവരങ്ങനെ കണ്ടപ്പോൾ ഒരു 5 ലിറ്റർ നമ്മൾ കൊണ്ടുപോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ കൊണ്ടുപോയി. അത് ഭയങ്കര സന്തോഷമായിട്ട് അവർക്കൊരു ഹോട്ടലൊക്കെ ഉണ്ട് മൂകാംബിക അമ്പലത്തിൻ്റെ അവിടെ. അങ്ങനെ അവർ അവിടെ എത്തിയപ്പോൾ അവരെന്നെ പറഞ്ഞു നല്ല വെളിച്ചെണ്ണയാണ്, സൂപ്പറാണ്, നമുക്ക് അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നുവെച്ചാൽ കേരള ആൾക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് മലയാളികൾക്ക് വെളിച്ചെണ്ണയാണ് ഒരു പ്രധാനം അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു നല്ല അഭിപ്രായങ്ങളൊക്കെ വന്നപ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പം ഇത്രയും നാളിപ്പോൾ ഈ 15-ാം തീയതി ഈ ഒരു മാസത്തിനുള്ളിൽ എൻ്റെ കയ്യിൽ നിന്ന് വെളിച്ചെണ്ണ വാങ്ങി എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞേ. അപ്പോൾ ഇനിയും നിങ്ങൾ വരണം. അപ്പോൾ ആലുവ, ഇവിടെ പെരുമ്പാവൂർ, ആലുവ, പിന്നെ എന്താ പറയുക എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ച് തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ തൃശ്ശൂരുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും തൃശ്ശൂർ പോകുമ്പോഴേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അല്ലാണ്ട് പറയുമ്പോഴത്തേനും കൊണ്ടുകൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ എവിടെ പറഞ്ഞാലും നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്.